കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. സ്തോത്രം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വന്ന് അതിനെ റോമാ സഭയോട് ആ വിഷയത്തെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അത് ആദ്യ വാക്യം മുതൽ പാടിക്കുമ്പോൾ 2-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ അത് വ്യഭിചാരിണി എന്ന് വരും. അതിൻ്റെ അർത്ഥം ഒരു ഉപമാന പ്രയോഗമാണത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരെ ഭാര്യ ഭർത്തൃ ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുന്ന ഒരു ഉപമാന പ്രയോഗമാണെങ്കിലും ന്യായപ്രമാണത്തിൽ അങ്ങനെ ഉണ്ടത്. സ്തോത്രം. എന്നാൽ താഴോട്ട് നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മോടത് പറഞ്ഞത്? ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ജഡത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് പാപത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ പാപരാഗങ്ങൾ നമ്മെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ അതിനെ പ്രതി നമ്മൾ മരിക്കണം. പാപസംബന്ധമായി നമ്മൾ മരിക്കണം. എന്നാലേ ആത്മാവിൻ്റെ പുതുക്കത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാപത്തിൻ്റെ ശക്തി എങ്ങനെ വെളിപ്പെട്ടത്? അത് ന്യായപ്രമാണ മുഖാന്തരമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. സ്തോത്രം. 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വിധം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. സ്തോത്രം. അപ്പം ന്യായപ്രമാണത്തിലാണ് ഉളവായ പാപത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത്, അല്ലേ? ആ പാപം സംഭവിച്ച ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്ന എഫക്റ്റ് എന്തുവാണ് എന്ന് ചോദിച്ചാൽ അത് പറയുന്നു. സ്തോത്രം. അത് മരണത്തിന് ഫലം കായ്ക്കുന്ന തലത്തിലേക്ക് മാറി, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ വാഴുന്ന പാപത്തിൻ്റെ ശക്തിയെ നമ്മൾ പിടിച്ചടക്കി ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി തീർന്നു. മരിച്ചിരിക്കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കണം. ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗമായ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട നാളിലുള്ള അഭിഷേകം പ്രാപിച്ച നാളിലുള്ള ഒരു ആത്മീക മേഖല അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെക്ക് വർധനവുണ്ടാകണം, അല്ലേ? എന്ന് 1-ാം ക്ലാസ്സിൽ കിടക്കാനാണോ നമുക്കിഷ്ടം? ഒരിക്കലും ആകരുത്. 1 കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്കും പിന്നെ 3, 4 എന്നുള്ള സ്റ്റാൻഡേർഡുകളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അതിനകത്ത് വളർച്ച നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അനന്യാസ് എന്ന ദൈവപുരുഷൻ പൗലോസിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആരുടെ മേൽ? പൗലോസിൻ്റെ മേൽ വ്യാപരിച്ചു. അവിടം കൊണ്ട് തീർന്നു? ഇല്ല. 9:22 പറയുന്നത് ഇങ്ങനെയാണ്. പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സ്തോത്രം. ഒരിടം കൊണ്ട് ഒരു ഘട്ടം കൊണ്ട് തീരുകയല്ല, മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് അത് യേശു കർത്താവെന്ന് അവരുടെ നടുവിൽ തെളിയിച്ചു പോകുവാനിട വന്നു. അപ്പം എൻ്റെ അർത്ഥം ഓരോ ഘട്ടം കഴിയും തോറും സ്തോത്രം ഹല്ലേലൂയ പൗലോസിൻ്റെ മേൽ ആത്മവ്യാപാരത്തെ പൗലോസ് പുതുക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്നലത്തെ പാട്ടല്ല, ഇന്നത്തെ അന്യഭാഷയല്ല, സ്തോത്രം, ഇന്നത്തെ പ്രൈസിലെ പ്രാർത്ഥനയല്ല. മുമ്പോട്ട് നമ്മൾ പോകും തോറും നമ്മുടെ ആത്മീക പുതുക്കം നമ്മളിൽ നിശ്ചയമായിട്ട് വെളിപ്പെടണം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, അങ്ങനെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഫലമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മ നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരുന്ന അവിടെ നിന്ന് ചെറുകടിയും മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.